പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ പരിചയിച്ച് ശീലിച്ചതുകൊണ്ട് നമ്മളിവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നതല്ല, മറിച്ച് റിയൽ ഗോഡ്, ജീവനുള്ള ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. ഈ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ശേഷം ദൈവ വചനത്തിൽ നിന്നും കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ച ഒരു ഭാഗം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എത്ര അതിശയകരമായിട്ടാണ് ദൈവം മറുപടി നൽകുന്നത്. ഇന്ന് രാത്രി ഒരു പക്ഷേ അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളുമായിട്ട് നമ്മളിൽ ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അതിനൊക്കെ മറുപടി നൽകുവാൻ കഴിയും. ഞങ്ങൾ കഴിഞ്ഞ 16 വർഷം മുൻപാണ് ബീഹാറിലേക്ക് കടന്നുപോയത്. പ്രിയപ്പെട്ട ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ദൈവത്തിൻ്റെ നിയോഗം ലഭിക്കുന്ന രാത്രിയാകട്ടെ. ഞാൻ കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് എൻവയൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആ വിഷയം പഠിപ്പിച്ചുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ചത്. 29ാമത്തെ വയസ്സിൽ ഞാനവിടെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം നൽകി ലോകത്തിൽ ചെയ്യുവാൻ കഴിയുന്ന, അഭിമാനിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല പണി ദൈവവേലയാണ്. അത് പലപ്പോഴും അങ്ങനെ കാണാറില്ലല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം. ഞാൻ 5 ദിവസത്തേക്ക് ബീഹാറിലേക്ക്, ഞാൻ ആ സമയത്ത് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് 5 ദിവസത്തേക്ക് ബീഹാറിലേക്ക് പോയപ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ടു. ദിസ് ഈസ് ദാറ്റ് പ്ലേസ്, ഇതാണ് ആ സ്ഥലം. അന്നത്തെ ബീഹാറിൻ്റെ പ്രത്യേകത, ലോകത്തിൽ ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് ബീഹാറായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, നീ ബീഹാറിലാണ് പോകേണ്ടത്. അവിടെ പോകുവാൻ, അവിടെ താമസിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ പ്രിയ അജു ബ്രദർ ബീഹാറിൽ വന്നപ്പോൾ പോയൊരു സ്ഥലമുണ്ട്, മുസഫർപൂർ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഞങ്ങളെ മുസഫർപൂരിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചു. ഞങ്ങൾ മുസഫർപൂരിൽ പോയി. അവിടെ പോകുന്ന സമയത്ത് അവിടെ SP ആയിരുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യ, ആൻറ്റി ഞങ്ങളോട് ചോദിച്ചു, വൈ യു ആർ ഗോയിങ് ടു മുസഫർപൂർ? വി വെയർ ദേർ. ദാറ്റ് സിറ്റി ഈസ് സിറ്റി ഓഫ് ഡേർട്ട്, ഡസ്റ്റ് ആൻഡ് മോസ്കിറ്റോസ്. നിങ്ങളെന്തിനാണ് മുസഫർപൂരിൽ പോകുന്നത്? അത് അഴുക്കിൻ്റെയും പൊടിയുടെയും കൊതുകുകളുടെയും പട്ടണമാണ്. നിങ്ങളവിടെ പോകരുത്. ഞങ്ങൾ മുസഫർപൂർ പോയതിൻ്റെ ഒരേ ഒരു കാരണം, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, ഒരിക്കൽ പോലും യേശുവിൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത ഏതാണ്ട് 40 ലക്ഷം ആളുകൾ മുസഫർപൂരിലുണ്ടെന്നുള്ളതായിരുന്നു. ഞാൻ ആദ്യം മുസഫർപൂരിൽ പോയി ട്രാക്റ്റ് വിതരണം ചെയ്യുമ്പോൾ ഒരാളോട് ചോദിച്ചു, ഈശാ മസീഹ് ബാരമേ സുനേഹെ, യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, കേട്ടിട്ടുണ്ടോ? സുനാഹെ പർച്ചാബി മേരാ പാസ് രഖ. എനിക്ക് സന്തോഷമായി, കുറഞ്ഞ വർഷം കേട്ടിട്ടുണ്ടല്ലോ പേര്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിക്കുന്നത്, ഉഷാ മെഷീൻ കെ ബാരമേ ഹി ബോൾ റേനാ? ഉഷാ മെഷീൻ്റെ കാര്യമല്ലേ പറയുന്നതെന്ന്. ഉഷാ തയ്യൽ മെഷീൻ്റെ കാര്യം. കാരണം ഈശാ മസീഹയെ പറ്റി അയാൾ ഒരിക്കലും കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം തോന്നി ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഉഷാ മെഷീൻ എന്നുള്ളത് ഈശാ മസീഹ് എന്ന് പറഞ്ഞു പോയതായിരിക്കും. ഒരിക്കൽ പോലും നിങ്ങൾ 1000 തവണ കേട്ട യേശുവിനെ പറ്റി ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണോ ആ രാജ്യത്തിലുണ്ടെന്നുള്ളതിൽ നമുക്ക് എപ്പോഴെങ്കിലും വേദന തോന്നിയിട്ടുണ്ടോ? നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇടയ്ക്ക് അടികൊണ്ടതും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണെന്നേ ഉള്ളൂ. ആയിരക്കണക്കിന് ആൾ, നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം ആദ്യമായിട്ട് എത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബീഹാറിലെ ഇലക്ഷൻ വന്നത്. എല്ലാ ന്യൂസ് പേപ്പറുകാരും പറഞ്ഞു ഇത്തവണ BJP സർക്കാർ വരും. എല്ലാ പോൾസും പറഞ്ഞു, TV-ക്കാരും
ന്യൂസ് പേപ്പറുകാരും എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തു ഇത്തവണ BJP. ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോയപ്പോൾ അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന താഴ്ന്ന ജാതിക്കാരെന്ന് അവിടുത്തുകാർ പറയുന്ന ആളുകൾ പറഞ്ഞു ഇത്തവണ BJP സർക്കാർ വരും. അപ്പോൾ മുടി വെട്ടാനിരുന്നയാൾ ഉയർന്ന ജാതിക്കാരൻ അയാൾ പറഞ്ഞു ഇത്തവണ അവർ തന്നെ വരും. എനിക്കൊരു ഭയങ്കര ഭയം, ഒരു തരം ഭയം ഉള്ളിലുണ്ടായി. ഇത്തവണ 50 സീറ്റ് പോലും അവർക്ക് കിട്ടത്തില്ലേ? നമ്മളേതെങ്കിലും പാർട്ടിയുടെ ആൾക്കാരല്ല. എന്നാൽ സുവിശേഷം പടർത്തുവാനുള്ള സാധ്യതകൾ ഇല്ലാതാകുകയാണോ? ദൈവാത്മാവ് ഒരു വാക്യം അർപ്പിച്ചു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ, ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ മതിൽ കെട്ടി അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, ഈ നാടിനു വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത്ഭുതം എനിക്ക് ചെയ്യാൻ കഴിയും. അന്ന് മുറിയിലോട്ട് പോയി 7 ദിവസം ബീഹാർ ഇലക്ഷന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പേപ്പറിൽ വന്നുകൊണ്ടിരുന്നു ഇത്തവണ സുവിശേഷ വിരോധികളുടെ സർക്കാരാണ് വരാൻ പോകുന്നത്. 5 ദിവസമായിരുന്നു ഇലക്ഷൻ. 5 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കിയില്ല. ഒരാൾ പ്രാർത്ഥിച്ചാൽ ദേശത്തെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് തീരുമാനിച്ചു. പ്രാർത്ഥിച്ചു. ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ വന്നു. ഫലം അതുതന്നെയാണ്. സുവിശേഷ വിരോധികൾ വരാൻ പോവാ. റിസൾട്ടിൻ്റെ ദിവസം വന്നപ്പോൾ 9:30 ആയപ്പോൾ അവർ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി, ലഡു വിതരണം ചെയ്യാൻ തുടങ്ങി, ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെപ്പറ്റി TV-യിൽ ചർച്ച വരാൻ തുടങ്ങി. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഭയ്യ വോ ലോഗ് ആ രഹേ. വളരെ ഭയത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, അവിടുന്ന് ഒരു വോട്ട് ചെയ്താൽ ഇവരുടെ ലക്ഷക്കണക്കിന് വോട്ടിനേക്കാട്ടിൽ അതിന് വിലയുണ്ടായിരിക്കും. യേശുവെ, ബാലറ്റ് പെട്ടിക്കകത്ത് അവിടുന്ന് ഒരു വോട്ടൂടെ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. 3 മണിയായപ്പോൾ അവസാനത്തെ റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് എന്താ? ഏത് സർക്കാർ വരുമെന്ന് ലോകക്കാർ മുഴുവൻ പറഞ്ഞോ, ആ സർക്കാർ താഴെ പോയി. ആര് വരത്തില്ലെന്ന് പറഞ്ഞോ, അവർ സർക്കാർ രൂപീകരിച്ചു. അനേക വർഷങ്ങളുടെ അനുഭവമുള്ള പ്രണയ് റോയ് പറഞ്ഞു, വി ഹാവ് നെവർ കമ്മിറ്റഡ് സച്ച് എ മിസ്റ്റേക്ക്. എൻ്റെ ഇത്രയും നാളത്തെ പൊളിറ്റിക്കൽ അനാലിസിസിൽ ഇതുപോലെ ഒരു മിസ്റ്റേക്ക് ഞാൻ ഒരിക്കലും വരുത്തിയിട്ടില്ല. എന്താ കാരണം? പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും. നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മൾ പരിചയിച്ച് ശീലിച്ചത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനയുള്ള ദൈവമല്ല. ഈ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുന്ന ദൈവമാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, ചില നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ, ബീഹാറിലെ മുഖ്യമന്ത്രിയോട് സുവിശേഷം പറയാൻ അവസരം തരണം. ഞങ്ങൾ ബീഹാറിലെ ഗാന്ധി മൈതാനിൽ പരസ്യ യോഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നോട് ഫോൺ ചെയ്തയാൾ പറഞ്ഞു, ഞാൻ ബീഹാർ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. ഞാൻ പേടിച്ചു. എന്നോട് ചോദിച്ചു, നിങ്ങൾ മുസഫർപൂറിലാണോ പറ്റ്നയിലാണോ ഇപ്പം? അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, 5 വർഷം മുമ്പ് മുസഫർപൂരിലായിരുന്നു ഞങ്ങൾ. അതെങ്ങനെ ഇദ്ദേഹം അറിഞ്ഞ്? ബീഹാർ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറി. നിങ്ങളെന്ത് ചീഫ് മിനിസ്റ്ററെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞുണ്ട്. അന്ന് 4:30 ആയപ്പം ചീഫ് മിനിസ്റ്റർ വന്നിരുന്നു. അദ്ദേഹം പ്രസംഗം കേട്ടു. ഞങ്ങൾ പ്രസംഗിച്ചു. ഞങ്ങൾ പറഞ്ഞു, ലോകത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരൊറ്റ ദൈവമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. ചീഫ് മിനിസ്റ്റർ സാബ്, ആപ്കാ ഭി ദിൽ മേ യേശു മസീഹ് ആനാ ചാഹത്തെ. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെങ്ങനെ ഈ കസേര വന്നെന്നറിയാമോ? ഞങ്ങൾ 11 ദിവസം ഉപവസിച്ച് ഈ സർക്കാരിന് വേണ്ടി പ്രാർത്ഥിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇവിടെ വന്നതെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വന്നതിൻ്റെ പിന്നിൽ ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം എന്താണ്? ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊരു സംഭവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ സംഭവിക്കത്തില്ലെന്ന് പറയുന്നത് ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം.
ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ മറ്റാരുമായിട്ടും പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടായിരിക്കും. ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം ഇന്ന് രാത്രി ഈ മുറിക്ക് അപ്പുറത്തല്ല, ഈ മുറിയിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞ് 3.5 വയസ്സുള്ളപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് നടക്കത്തില്ല. ഫിസിയോതെറാപ്പി സെൻ്ററിൽ കൊണ്ടുപോയി. അവളെ ഞാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇവൾ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇവളുടെ കാലിന് ബലം വരത്തില്ല. പിന്നെ ഒരൊറ്റ മാർഗമേ ഉള്ളായിരുന്നു. വീട്ടിൽ പോയി 7 ദിവസം ഉപവസിച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചുരുക്കത്തിൽ അതിൻ്റെ ഉത്തരം പറയാം. ദൈവം ചെയ്തത്, ഡോക്ടർ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ഫിസിയോതെറാപ്പി സെൻ്ററിലെ ഇൻസ്ട്രക്ടർ നടക്കത്തില്ലെന്ന് പറഞ്ഞ കുഞ്ഞിന് ദൈവം പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, ജീവിക്കുന്ന, ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മളെത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. റോമാ ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലുരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു. ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുവൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലുരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു. ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. പൗലോസ് തൻ്റെ ജീവിതത്തെ പറ്റി പറയുന്നത്, യേശുവിൻ്റെ സുവിശേഷ ഘോഷണം താൻ പൂരിപ്പിച്ചിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷ വരുമ്പം പൂരിപ്പിക്കുക എന്നൊരു ചോദ്യമുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതവിടെ പൂരിപ്പിക്കാനുള്ളതാണ്. പൂരിപ്പിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ പൂരിപ്പിച്ചിരിക്കുന്നു. യേശു ഏത് സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയാണോ ഭൂമിയിലേക്ക് വന്നത്, അത് പൂരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പൗലോസിനുണ്ടെന്ന് പൗലോസ് മനസ്സിലാക്കി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം ഞാൻ പൂരിപ്പിച്ചിരിക്കുന്നു. യെരൂശലേം മുതൽ ഇല്ലുരിയ ദേശത്തോളം, യെരൂശലേം മുതൽ ഇന്നത്തെ ക്രൊയേഷ്യ വരെ, യുഗോസ്ലാവിയ വരെ, ഒരു ചെറിയ സ്ഥലത്തല്ല. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത്, യാത്രയ്ക്കുള്ള സംവിധാനങ്ങൾ ഇന്നത്തേതുപോലെ ഇല്ലാത്ത പൗലോസിന്റെ സമയത്ത്, യെരൂശലേം മുതൽ യുഗോസ്ലാവിയ വരെ, ക്രൊയേഷ്യ വരെ ഒരു മനുഷ്യൻ യേശുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നു, ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. ആ ഒരു വാക്കാണ് എന്നെ സ്പർശിച്ചത്. എന്ത് കാര്യത്തിലാണ് പൗലോസ് അഭിമാനിക്കുന്നത്? പൗലോസിന്റെ അഭിമാനം എന്തിലാണ്? യേശുക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിക്കുന്നതിലാണ് പൗലോസ് അഭിമാനിക്കുന്നത്. യേശുവിന്റെ സുവിശേഷകനായിരിക്കുന്നതിലാണ് പൗലോസ് അഭിമാനിക്കുന്നത്. എന്താണ് പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഗമാലിയേലിന്റെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്ത യൗവനക്കാരൻ എന്ന് പറയുമ്പോൾ, ഒരു സാധാരണക്കാരന് ഗമാലിയേലിന്റെ കീഴിൽ വന്ന് പഠിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ തർശീശിൽ നിന്നും യെരൂശലേമിൽ വിട്ട്
ഗമാലിയേലിന്റെ കീഴിൽ, അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ ഗുരുവിന്റെ കീഴിൽ പഠിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു പൗലോസ്. അതിബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും ധനികനായ കുടുംബത്തിലെ അംഗമായിരുന്നു. സൻഹദ്രി സംഘത്തിലെ അവിടുത്തെ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട സംഘത്തിലെ അംഗമായിരുന്നു. ഇന്ന് പൗലോസ് എന്താണ് തന്റെ അഭിമാനമായിട്ട് പറയുന്നത്? യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്നതിൽ, യേശുവിനെ പറ്റി അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പ്രസിദ്ധനായ ഒരു മനുഷ്യനായി, യഹൂദന്മാരുടെ പ്രമാണിയായി ജീവിക്കേണ്ട പൗലോസ് സുവിശേഷം നിമിത്തം തനിക്ക് ലഭിച്ചത് എന്താണ്? മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ധനം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. എന്തിനാണ് പൗലോസ് അഭിമാനിക്കുന്നത്? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. താൻ പറയുന്നത്, അവർ തങ്ങളെപ്പറ്റി പ്രശംസിക്കുന്നുണ്ടെങ്കിൽ എനിക്കും പ്രശംസിക്കാനുണ്ട്. എന്താ പ്രശംസിക്കാനുള്ളത്? എനിക്ക് ഏറ്റവും നല്ല സ്ഥാനം കിട്ടി, ഞാൻ അവരുടെ നേതാവായി. ഇതിലൊക്കെയാണ് പൗലോസ് പ്രശംസിക്കുന്നത്. എന്തിനാണ് പൗലോസ് അഭിമാനിക്കുന്നത്? ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടുന്നു. അവരെബ്രായരോ 21-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിന്റെ, ഞാനും അതെ. അവർ ഇസ്രായേലിരോ, ഞാനും അതെ. അതിനുശേഷം താൻ പറയുകയാണ്, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ അധികം. എന്തിലാണ് പൗലോസ് പ്രശംസിക്കുന്നത്? ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. വീണ്ടും 27-ാമത്തെ വാക്യത്തിൽ അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, വൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. പൗലോസ് പറയുകയാണ്, സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. എന്താണ് തനിക്ക് ലഭിച്ചത്? അധ്വാനം, പ്രയാസം, പട്ടിണി, നഗ്നത. എന്തിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്? എന്തിലാണ് അഭിമാനിക്കേണ്ടത്? സുവിശേഷ ഘോഷണത്തിൽ പൗലോസ് അഭിമാനിച്ചു. ലോകത്തിൽ തനിക്കുള്ളതെല്ലാം, തനിക്ക് ലോകപ്രകാരം അഭിമാനിക്കുവാൻ കഴിയുന്നതെല്ലാം പൗലോസിന് സുവിശേഷം നിമിത്തം നഷ്ടമായി. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം നിമിത്തം, ഒരു സുവിശേഷകനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും അഭിമാനിക്കുന്നത് എന്ത് കാര്യത്തിലാണ് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചവരെ പറ്റി 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഭൂമിയിൽ അന്യരും പരദേശികളുമായി വിശ്വാസത്തിൽ മരിച്ചവരെ പറ്റി ദൈവം അഭിമാനിക്കുന്നു. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ മോശ എന്തിലാണ് അഭിമാനിച്ചത്? മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ക്രിസ്തുവിന്റെ നിന്നയിൽ മോശ അഭിമാനിച്ചു. 12-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ എന്തിലാണ് യേശു അഭിമാനിച്ചത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. യേശു എന്തിലാണ് അഭിമാനിച്ചത്?
യേശു ക്രൂശിലാണ് അഭിമാനിച്ചത്. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്. എന്ത് സന്തോഷമാ? യേശു സ്വർഗത്തിലെത്തുമെന്നുള്ള സന്തോഷമോ? യേശുവിൻ്റെ സന്തോഷം ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തുമെന്നുള്ളതായിരുന്നു. അതായിരുന്നു യേശുവിൻ്റെ സന്തോഷം. എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാനുള്ള സന്തോഷമോർത്ത് യേശു ക്രൂശിനെ സഹിച്ചു. ക്രൂശ് സഹിക്കുന്നതിൽ യേശു സന്തോഷിച്ചു. എന്താണ് ക്രൂശ്? ക്രൂശ് അപമാനമാണ്. ക്രൂശ് ഒറ്റിക്കൊടുക്കലാണ്. ക്രൂശ് തള്ളിപ്പറയലാണ്. ക്രൂശ് വേദനയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവര് യേശുവിനെ തള്ളിക്കളഞ്ഞു. യേശു ക്രൂശ് രക്തം ചിന്തലാണ്. ക്രൂശ് മരണമാണ്. പക്ഷെ ക്രൂശിനപ്പുറം വിജയമുണ്ട്. ക്രൂശില്ലെങ്കിൽ മരണമില്ല, മരണമില്ലെങ്കിൽ നിത്യജീവനില്ല, നിത്യജീവനില്ലെങ്കിൽ വിജയമില്ല. പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എന്തിൽ നമ്മൾ അഭിമാനിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നല്ല ഇന്നത്തെ സന്ദേശം. നമ്മൾ അനുഗ്രഹമാണ് എന്നതാണ് സന്ദേശം. ദൈവം നമ്മളെ അനുഗ്രഹമാക്കിയിരിക്കുകയാണ്. നമ്മൾ അഭിമാനിക്കേണ്ടത് യേശുവിൻ്റെ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ അഭിമാനിക്കണം. അങ്ങനെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? അതിൽ പങ്കാളികളാകേണ്ട കാര്യമുണ്ടോ? ഭാരതത്തിൽ 6.5 ലക്ഷം ഗ്രാമങ്ങളാണുള്ളത്. 6.5 ലക്ഷം ഗ്രാമങ്ങൾ. യേശു ഭൂമിയിൽ വന്ന് 2000 വർഷങ്ങൾ കഴിയുന്ന ഇന്നും ഈ 6.5 ലക്ഷം ഗ്രാമങ്ങളിൽ 5 ലക്ഷം ഗ്രാമങ്ങളും ഒരിക്കൽ പോലും യേശുവിനെ പറ്റി കേട്ടിട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യേശുവിനെ പറ്റി അറിയാത്ത രാജ്യം നമ്മുടെ ഭാരതമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസമൂഹങ്ങൾ യേശുവിനെ പറ്റി ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാരതം. 2000 വർഷങ്ങൾക്ക് മുൻപ് തോമസ് അപ്പോസ്തലൻ ഭാരതത്തിൽ വന്നുവെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 100 വർഷം മുൻപ് സൗത്ത് കൊറിയയിൽ സുവിശേഷം എത്തി. 100 വർഷങ്ങൾക്ക് മുൻപ്. ഇന്ന് സൗത്ത് കൊറിയയിലെ 35-40% ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. 100 വർഷം മുൻപ് സുവിശേഷം എത്തിയ സൗത്ത് കൊറിയയിൽ 30-40% വരെ ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷം എത്തിയ ഭാരതത്തിൽ 3% ആളുകളാണ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവർ. എന്താണ് ഇതിന് കാരണം? ഭാരതം സുവിശേഷത്തിന് വാതിൽ അടഞ്ഞ ഒരു രാജ്യമായതുകൊണ്ടാണോ? അല്ല പ്രിയമുള്ളവരെ. സുവിശേഷം അറിയിക്കുന്നതിൽ അഭിമാനിക്കുന്നവരില്ല. സുവിശേഷത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നവരില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. വളരെ സത്യമാണ്. കൊയ്ത്ത് വളരെയുണ്ട്. എവിടെ സുവിശേഷകർ പോകുന്നുണ്ടോ അവിടെ 100 കണക്കിന് ആളുകൾ യേശുവിനെ സ്വീകരിക്കുക. ഞാൻ 10 വർഷം മുമ്പാണ് ദോഹയിൽ വന്നത്. ഏതാണ്ട് 10 വർഷം മുമ്പ്, 10 വർഷം മുൻപ് ദോഹയിൽ വന്നു. അന്ന് വന്നതിന് പോയതിന് ശേഷം ഇതുവരെയുള്ള ഈ 8-9 വർഷത്തിനകം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10,000 ഗ്രാമങ്ങളിലെങ്കിലും സുവിശേഷം എത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതിൻ്റെ കാരണം ഏതെങ്കിലും സംഘടനയോ സഭയോ
ഫണ്ടോ ഒക്കെ ഞങ്ങളുടെ പിന്നിലുണ്ടെന്നുള്ളതായിരുന്നില്ല. അതിൻ്റെ കാരണം സുവിശേഷം എത്തിക്കുവാൻ ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. സുവിശേഷം എത്തിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, സുവിശേഷത്തിൽ അഭിമാനിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ലോകത്തിൽ ആരും നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ദൈവം അത് ചെയ്യും. ഇന്നത്തെ ഏറ്റവും ദുഃഖകരമായ കാര്യം, സുവിശേഷത്തെ കൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ സുവിശേഷത്തെ പറ്റി അഭിമാനിക്കുന്നതിൽ ഏറ്റവും പുറകിലാണ്. ലോകത്തിൽ സുവിശേഷ നിമിത്തം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാരാണെന്ന് ചോദിച്ചാൽ മലയാളികളായ നമ്മളാ. സുവിശേഷ നിമിത്തം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ നമ്മളാണ്. എന്നിട്ടും നമ്മുടെ രാജ്യം വെറും 3% ആളുകൾ മാത്രമാണ് യേശുവിൽ വിശ്വസിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൗലോസിനെ പോലെ സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റി ആകണം. പ്രയോറിറ്റി. ഒരാൾ പറഞ്ഞ ഒരൊറ്റ ജീവിതം, അത് വേഗം കഴിഞ്ഞു പോകും. യേശുവിന് വേണ്ടി ചെയ്തത് അത് മാത്രം നിലനിൽക്കും. നമ്മളുടെ ജീവിതം, നമ്മൾ എന്തിനെ പറ്റിയാണ് അഭിമാനിക്കുന്നത്? എന്തിൽ അഭിമാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താകുമ്പോഴാണ് നമ്മൾ അഭിമാനിക്കുന്നത്? അഭിമാനിക്കുവാൻ വേണ്ടി നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്താകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണം, എൻ്റെ കുഞ്ഞൊരു സുവിശേഷകനാകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഏറ്റവും അഭിമാനിക്കും എന്ന് ആണോ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊണ്ട് നടക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഒരു സുവിശേഷകനാക്കണേ. നമ്മൾ മറ്റുള്ളവരോടും പറയും, ഈ കുഞ്ഞൊരു സുവിശേഷകനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും നമ്മുടെ വാക്കുകൾ അവന് മനസ്സിലാകുന്ന സമയം മുതൽ ആ പ്രാർത്ഥന കേൾക്കാറില്ല. അവൻ വളർന്നു വരുന്തോറും നമ്മുടെ ആ പ്രാർത്ഥന കുറയും. ഇന്ന് എത്ര യൗവനക്കാരാണ് സുവിശേഷകരായിട്ട് പോകുന്നത്? പൗലോസ് എല്ലാ തരത്തിലും അനുഗ്രഹിക്കപ്പെട്ടവൻ, ലോകപ്രകാരം അഭിമാനിക്കുവാൻ ധാരാളം കാര്യങ്ങളുള്ള ആ മനുഷ്യൻ താൻ പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നതിൽ, യേശുവിനെ പറ്റി അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. സിറ്റി സ്റ്റഡ് 100 മുറികളുള്ള ഇംഗ്ലണ്ടിലെ വീട്ടിൽ ജനിച്ച മനുഷ്യനാണ്. യേശു തന്നെ വിളിച്ചപ്പോൾ ആഫ്രിക്കയിലെ കുടിലിലേക്ക് താൻ പോയി. സുവിശേഷം അറിയിക്കുന്നതിൽ താൻ അഭിമാനിച്ചു. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ പാടിയതുപോലെ നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്യുവാൻ തയ്യാറാകും. എന്താ കർത്താവിൻ്റെ ഇഷ്ടം? കർത്താവിൻ്റെ ഇഷ്ടം എല്ലാവരും ഒരിക്കലെങ്കിലും യേശുവിനെ പറ്റി കേൾക്കണം. ആരാ കാര്യം ചെയ്യേണ്ടത്? ഭാരതത്തിലെ ക്രിസ്ത്യാനികളിൽ 80% ആളുകളും താമസിക്കുന്നത് കേരളത്തിലും അതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലുമാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ബീഹാറിൽ, മധ്യപ്രദേശിൽ, സെൻട്രൽ ഇന്ത്യ, നോർത്ത് ഇന്ത്യ എല്ലാം കൂടെ നോക്കിയാൽ 5%, ഭാരതത്തിലെ ക്രിസ്ത്യാനികളിൽ 5% ആളുകൾ മാത്രമാണ് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നത്. നമ്മുടെ ഭാരതം എന്ന് യേശുവിനെ പറ്റി അറിയും? ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള സന്ദേശത്തെക്കാൾ പ്രധാനപ്പെട്ട ഇന്നത്തെ സന്ദേശം, ദൈവത്തിന്റെ കണ്ണുകളിൽ നമ്മളാണ് അനുഗ്രഹം. നമ്മളിലൂടെയാണ് ജനം അനുഗ്രഹിക്കപ്പെടേണ്ടത്. ഒരു മനുഷ്യൻ പൗലോസ് യേശുവിന്റെ സുവിശേഷത്തിൽ അഭിമാനിക്കുവാൻ തയ്യാറായപ്പോൾ യെരുശലേം മുതൽ
ഗ്രീക്ക്, മാസിഡോണിയ, അറേബ്യ, ക്രൊയേഷ്യ, ഇന്നത്തെ ക്രൊയേഷ്യ വരെ സുവിശേഷം എത്തിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഞാനും നിങ്ങളും സുവിശേഷത്തെ പറ്റി അഭിമാനിക്കുന്നവരാണെങ്കിൽ, ദൈവം നമ്മളെ പറ്റി എന്തിൽ അഭിമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിൽ നമ്മൾ അഭിമാനിക്കുവാൻ തയ്യാറായാൽ, നമ്മുടെ ഭാരതം, നമ്മുടെ തലമുറയിൽ യേശുവിനെ അറിയും. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഈ ടെക്നോളജി ഒന്നും ആ സമയത്തില്ല. ഏതാണ്ട് 30 വർഷം മുമ്പ് ഇതൊന്നുമില്ല. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ നടന്നതിലധികം ഡെവലപ്മെന്റ് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ നടന്നു. എന്താ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് ബുദ്ധിയില്ലായിരുന്നോ? ഇതെല്ലാം നടന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷത്തെ ആരൊക്കെ തടയുന്നുണ്ടോ അവരുടെയൊക്കെ ബെഡ്റൂമിൽ വരെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒന്നാമത്തെ കാരണം. സകല ജാതികളും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിൻ്റെ പരിപാടി, അത് നിവർത്തിക്കുവാൻ വേണ്ടിയാണ് ഈ ടെക്നോളജി റവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ബീഹാറിൽ ചെല്ലുമ്പോൾ മുസഫർപൂർ, മോത്തിയാരി എന്ന് പറയുന്ന സ്ഥലം 150 കിലോമീറ്റർ ദൂരം, 10 മണിക്കൂർ വേണം അവിടെ ചെല്ലാൻ. റോഡില്ല. ഇന്നൊരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ചെല്ലാം. ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ റോഡുകൾക്ക് വ്യത്യാസം വന്നു. ചിന്തിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ മുസഫർപൂരിലേക്ക് പോകാൻ റോഡില്ല. വളരെ 10-15 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ 1 മണിക്കൂറിൽ പോകാൻ പറ്റുന്ന റോഡില്ല. 2-3 വർഷം കഴിയുമ്പോൾ അവിടുത്തെ മരമൊക്കെ വെട്ടുന്നു. തിരക്കിയപ്പോൾ ഒരു നല്ല ഹൈവേ. ഇന്ന് ഒരു വഴിയില്ലാതിരുന്ന സ്ഥലത്ത് ഒരു സൂപ്പർ ഹൈവേ വന്നിരിക്കുക. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ നീ പറയണം, പപ്പയുടെ കാലം കഴിഞ്ഞാലും പറയണം എൻ്റെ പപ്പ സുവിശേഷമായിട്ട് വന്നുകൊണ്ട് ഈ റോഡുണ്ടായെന്ന് പറയണമെന്ന് പറഞ്ഞു. റോഡില്ലാതിരുന്ന ബീഹാർ മുഴുവൻ റോഡുകളായി. ആരായത് ചെയ്തത്? അവിടുത്തെ മുഖ്യമന്ത്രിയോ? കാര്യം നടക്കാത്തപ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നല്ല മുഖ്യമന്ത്രിയാണല്ലോ. പ്രാർത്ഥിച്ചത് കർത്താവിനോടാ. കാര്യം നടന്നു കഴിഞ്ഞപ്പം ഇതെല്ലാം സംഭവിച്ചതിൻ്റെ പ്രധാന കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. സുവിശേഷം സകല ജാതികളും അറിയണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. സുവിശേഷത്തിൽ അഭിമാനിക്കുന്നവരാകുവാൻ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാകുവാൻ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. അങ്ങനെയുള്ളവരെ പറ്റി ദൈവം അഭിമാനിക്കുന്നു. ക്രൂശിന്റെ നിന്ദയെ അലക്ഷ്യമാക്കി യേശു തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം, ആ സന്തോഷം നമ്മൾ ഓരോരുത്തരുമാ. നമ്മൾക്ക് ദൈവം അതിപ്രധാനമായ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുക. യേശുവിൻ്റെ വരവിന് തൊട്ടു മുൻപുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ഭാരതം യേശുവിനെ അറിയണം. നമുക്ക് ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ, അനുഗ്രഹങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യം സുവിശേഷം അറിയണം. ഇന്ന് രാത്രി അതിനുവേണ്ടിയുള്ള എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് കർത്താവിന് അറിയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെക്ചറായിട്ട് നാട്ടിലെ യൂത്ത് മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിച്ച് നാട്ടിൽ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കാമായിരുന്നു. ബീഹാറിൽ പോയതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, യേശുവിനെ പറ്റി ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആളുകൾ. പ്രിയ സഹോദരങ്ങളെ, ഇതാരുടെ ഉത്തരവാദിത്വമാണ്? ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പിന്നിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? യേശുവിനെ പറ്റി അറിഞ്ഞിട്ടില്ലാത്തവർ യേശുവിനെ അറിയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള, യൗവനക്കാരെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നം എന്താ? അവർ യേശുവിൻ്റെ സുവിശേഷകനാകാൻ
പോയാൽ നമുക്ക് സന്തോഷമാണോ? അവർ യേശുവിൻ്റെ നാമവുമായിട്ട് പോയാൽ നമുക്ക് സന്തോഷമാണോ? ഞാൻ സിറ്റി സ്റ്റഡിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പഠിത്തമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, കഴിവുള്ളവർ അവരൊന്നും സുവിശേഷ വേലയ്ക്ക് പോകത്തില്ലെന്നാ. സിറ്റി സ്റ്റഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിച്ചയാളാണ്. ജിം എലിയറ്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചയാളാണ്. അവരൊക്കെ സുവിശേഷകരായിട്ട് പോയി. ലോകത്തിലെ ഏറ്റവും മാന്യമായ പണി വിശ്വസ്തയോടെ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും അഭിമാനിക്കുവാൻ കഴിയുന്ന പണി വിശ്വസ്തയോടെ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസവും അത്ഭുതങ്ങളുടെ ദിവസങ്ങളായിരിക്കും. യേശുവിൻ്റെ വേല നമ്മൾ ചെയ്താൽ ഓരോ ദിവസവും അത്ഭുതങ്ങളുടെ ദിവസങ്ങളായിരിക്കും. ഞാൻ അവസാനം സംഭവിച്ച കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ അടുക്ക വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കർത്താവിന് വേണ്ടി ധാരാളം കഷ്ടം സഹിച്ചു. ദൈവാത്മാവ് പ്രേരണ നൽകി ഇദ്ദേഹത്തെ കൂടെ പ്രവർത്തിപ്പിക്കണം. ഒറീസയിൽ നയാഗഡ് ഡിസ്ട്രിക്റ്റിൽ ഭാര്യയ്ക്കും പെങ്ങൾക്കും സുഖമില്ല. താനവിടെ സുവിശേഷ വേലയുമായിട്ട് പോയി അടികൊണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, കൂടെ എത്ര പേരുണ്ട്? അവിടെ 5 സഹോദരന്മാർ, ബൈബിൾ ട്രെയിനിങ് കഴിഞ്ഞവരാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 5 പേരെ കൂടെ നമുക്ക് കുയി ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലാണ്. സുവിശേഷം എത്തിയിട്ടില്ല. ഒരേ വീട്ടിൽ ഒരാൾക്ക് 3ഉം 4ഉം ഭാര്യമാരുള്ള സ്ഥലം, സ്ത്രീകളും പുരുഷന്മാരും ഓരോലെ മദ്യപിക്കുന്ന സ്ഥലം. ഇവരെ നമുക്കവിടെ വെക്കണം സുവിശേഷകരായിട്ട്. ആ ഗ്രാമങ്ങളിലെല്ലാം സുവിശേഷം എത്തിക്കണം. ആദ്യമായിട്ട് അന്ന് ഒരു ചർച്ച എന്നോട് പറഞ്ഞു, സ്കൈപ്പിലൂടെ ഞങ്ങളുടെ ചർച്ചിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സ്കൈപ്പ് എനിക്ക് ഐഡിയ ഇല്ല. സ്കൈപ്പിലൂടെ ഒരിക്കലും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അന്ന് ഞാൻ സംസാരിച്ചു. അതിനുശേഷം ഈ ദേവദാസനുമായിട്ട് സംസാരിച്ചു. അരമണിക്കൂറിന് ശേഷം ആ പാസ്റ്റർ, ഞാൻ ഏത് ചർച്ചിനോടാണോ സംസാരിച്ചു, അവിടുത്തെ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ദൈവാത്മാവിനോട് സംസാരിച്ചു, അവിടെയുള്ള വേലയുടെ ഭാഗമാണ്. എവിടെയെങ്കിലും പുതുതായിട്ട് വേല സ്ഥലമുണ്ടോ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇപ്പോൾ 5 പേരെ ഒരു സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വെക്കണമെന്ന് വിശ്വാസത്തോടെ ആ സഹോദരനോട് പറഞ്ഞിട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, ആ 5 പേരുടെ ഉത്തരവാദിത്തം, സാമ്പത്തികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ദൈവാത്മാവ് എന്നോട് പറയാ, ഞാനത് ചെയ്യും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്താൽ നമ്മളെ ലജ്ജിപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞല്ലോ, 16 വർഷമായി ബീഹാറിൽ. ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ സന്തോഷം നൽകുന്ന കാര്യം, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പോൾ 10 ആരാധനകളിൽ കൂടുതലില്ല. 10 ആരാധനാ കൂട്ടങ്ങളിൽ കൂടുതൽ ബീഹാറിൽ കാണത്തില്ല. 2006 10 സ്ഥലങ്ങളിലേ ഉള്ളായിരുന്നു. ദൈവത്തിൻ്റെ മഹാകൃപയാൽ ആ 10 ഭവനാരാധനകളെ 1000-ലധികം ആരാധനാ കൂട്ടങ്ങളായിട്ട് വർദ്ധിപ്പിക്കാൻ കർത്താവിന് പ്രസാദം തോന്നി. ലോകത്തിൽ ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം സുവിശേഷ വേലയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി നമ്മളെപ്പറ്റി ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? നമ്മുടെ തീരുമാനം എന്താ? പ്രിയ യൗവനക്കാരെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നും പ്രാർത്ഥിക്കുക. ഭാരതത്തിലെ 5 ലക്ഷം ഗ്രാമങ്ങൾ ഒരിക്കൽ പോലും സുവിശേഷം കേട്ടിട്ടില്ല. നമ്മളെന്നാ അതിനുവേണ്ടി അവസാനമായിട്ട് പ്രാർത്ഥിച്ചത്? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു 2-3 ദിവസങ്ങൾക്കെങ്കിലും അത്തരം സ്ഥലങ്ങളിലേക്ക് പോയി പ്രാർത്ഥിക്കണം. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷകരെ അയക്കുന്നതിൻ്റെ ഭാഗമാകണം. അവർ പോയി സുവിശേഷം പറയും, അനേകർ യേശുവിനെ അറിയും. ഈ ഉത്തരവാദിത്വം നമ്മുടേതാ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെ സുവിശേഷം അറിയും? അവരെങ്ങനെ ഈ ഒരേ ഒരു യേശുവിനെ പറ്റി അറിയും? ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ കാത്തിരിക്കുക. ഒരു സുവിശേഷകൻ അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടും, അവർ യേശുവിനെ സ്വീകരിക്കും. നമ്മൾ സ്വർഗത്തിലെത്തുമ്പം നമുക്കും അവരെ കാണാം. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? കുക്ക് സാഹിബിനെ പോലുള്ളവർ കാളവണ്ടിയിൽ സഞ്ചരിച്ച് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞത്. കോട്ടയത്ത് മിഷണറിമാർ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ നടത്തുമ്പം
പെൺകുട്ടികളെ ആരും സ്കൂളിൽ അയക്കത്തില്ല ഇംഗ്ലീഷ് പഠിക്കാൻ. സഹോദരിമാർ, മിഷണറിമാർ, സ്ത്രീകൾ വീട്ടിനകത്ത് കയറി കട്ടിലിൻ്റെ കീഴെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ ഇന്ന് നല്ല നിലയിൽ ജോലി ചെയ്യുന്നത്. അവരൊക്കെ തങ്ങളുടെ ജീവിതം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഒരു മാസം മുമ്പ് പാസ്റ്റർ ബാബു ചെറിയാൻ ബീഹാറിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കുക്ക് സാഹിബിൻ്റെ ആത്മകഥ കാണിച്ചു. ഇന്നത്തെ ബീഹാർ എങ്ങനെ ഇരിക്കുമോ എക്സാക്ട്ലി അതുപോലായിരുന്നു അന്നത്തെ കേരളം. ആ സ്ഥലത്തേക്കാണ് ആ ദൈവദാസന്മാർ കടന്നു വന്ന് അവരുടെ ജീവിതം സമർപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ അനുഗ്രഹമായിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്ത് തൃപ്തി അടയുന്നവരാകരുത്. പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഞാൻ സുവിശേഷത്തിൽ അഭിമാനിക്കുന്നു. ഞാൻ അധികം അടികൊണ്ടു, ഞാൻ അധികം ആപത്തിലൂടെ കടന്നുപോയി, ഞാൻ അധികം പട്ടിണി കിടന്നു, ഞാൻ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഞാനതിൽ അഭിമാനിക്കുന്നു. നമ്മൾ എപ്പോഴാണെന്നറിയാമോ കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്യുന്നത്? ഈ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ. നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇൻഡിക്കേറ്ററാ നമ്മൾ എത്രമാത്രം ഈ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഒരല്പം കൂടെ നമുക്ക് പ്രാർത്ഥിക്കരുതോ? 10 മിനിറ്റാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതോ? ഒരു സുവിശേഷകനെ പോലെ കൂടെ നമുക്ക് അയക്കരുതോ? ഒരു കുടുംബത്തിന് ഒരു സുവിശേഷകനെ കൂടെ അയക്കുന്നതിൻ്റെ ഭാഗമാകരുതോ? ഒരു സംഘടനയ്ക്കും വേണ്ടിയല്ല, നമ്മുടെ ഭാരതം യേശുവിനെ അറിയാൻ വേണ്ടി ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ കാത്തിരിക്കുക. പൗലോസ് അഭിമാനിച്ചത് സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഭാരതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ഭാരതം എന്ന് പറയുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത രാജ്യം അത് ചൈനയല്ല, അത് ഭാരതമാണ്. ഏറ്റവും ആദ്യം സുവിശേഷം കേട്ടവർ നമ്മളാ, നമ്മുടെ പിതാക്കന്മാരാ. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ നേടിയത് എല്ലാം ഇട്ടിട്ട് പോകേണ്ടി വരും. എന്ത് സ്റ്റോറിയാ നമ്മൾ സ്വർഗത്തിൽ പോയി പറയാൻ പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് സ്റ്റോറിയാ പറയാൻ പോകുന്നത്? സ്വർഗത്തിൽ യേശുവിനോട് എന്ത് കഥയാ പറയാൻ പോകുന്നത്? നമ്മൾ പോയി കഴിയുമ്പോൾ ആളുകൾ നമ്മളെ പറ്റി എന്ത് കഥയാ പറയാൻ പോകുന്നത്? ഏറ്റവും നല്ല സ്റ്റോറി ഇതാ, ഈ ആളിലൂടെ അനേകർ യേശുവിനെ അറിഞ്ഞു. അതിലും നല്ലൊരു സ്റ്റോറിയില്ല. അല്പം കൂടെ, കുറച്ചുകൂടെ ചെയ്യാവുന്നതിന് മാക്സിമം യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ യേശുവിനെ അറിയുവാൻ വേണ്ടി നമുക്ക് നമ്മളെ അതിനു വേണ്ടി സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ലോകത്തിൽ ഏറ്റവും അഭിമാനിക്കുവാൻ പൗലോസ് തന്നെ പറ്റി സാക്ഷ്യം പറയുമ്പോൾ താൻ പറയുന്നത്, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ യേശുവിനെ അറിയുന്നതിൽ, ഞാൻ എന്നെ തന്നെ നൽകിയെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. യേശുവിന് വേണ്ടി കഷ്ടം സഹിച്ചതിൽ താൻ അഭിമാനിക്കുന്നു. യേശുവിന് വേണ്ടി ക്രിസ്തുവിനെ നിന്ന വലിയ എണ്ണിയതിൽ മോശ അഭിമാനിക്കുന്നു. ക്രൂശ വഹിച്ചതിൽ യേശു അഭിമാനിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പറയാം, പ്രിയമുള്ളവരെ, കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത്രത്തോളം ചെയ്യുവാൻ, ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതമല്ല, യേശു എന്താണ് നമ്മളെ ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്, അത് ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും ചെയ്ത് തൃപ്തി അടയുവാനല്ല കർത്താവേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള 10,000 ആളുകൾ ഒരിക്കൽ പോലും അവിടുത്തെ പേര് കേൾക്കാതെ ഇരിക്കുമ്പോൾ, യേശുവിൻ്റെ നാമം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ യേശുവിൻ്റെ നാമത്തെ അറിയിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു പുതിയ ഗ്രാമത്തിലൂടെ സുവിശേഷം എത്തിക്കുന്നതിൻ്റെ ഭാഗമാകുവാൻ, ഒരു പുതിയ ജനസമൂഹത്തിലൂടെ സുവിശേഷം എത്തിക്കുന്നതിൻ്റെ ഭാഗമാകുവാൻ, അതിൽ അഭിമാനിക്കുവാൻ,
അതിനുവേണ്ടി സമർപ്പിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ. പ്രതിഫലം വിധിക്കുന്ന നാളിൽ കർത്താവെ വെറും കൈയായി അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ ഞങ്ങളിൽ ആർക്കും ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ലോകക്കാർ പലതിലും അഭിമാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിന്ദയിൽ അഭിമാനിക്കുവാനാണല്ലോ, അവിടുത്തെ ക്രൂശ് വഹിക്കുന്നതിൽ അഭിമാനിക്കുവാനാണല്ലോ, അങ്ങയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ അഭിമാനിക്കുവാനാണല്ലോ, അതിൽ സന്തോഷിക്കുവാനാണല്ലോ, അതിൽ പ്രശംസിക്കുവാനാണല്ലോ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ 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 അണ്ടുമന്നേ കൈവിട്ടെന്നാലും എല്ലാരുമന്നേ കൈവിട്ടെന്നാലും എല്ലാരുമന്നേ കൈവിട്ടെന്നാലും പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ